ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 6 ആണ്. ടീം എന്ത് ചെയ്യും, നേരെ നമ്മുടെ മോണിനൊരു കിസ് കൊടുക്കടോ വെച്ചാലേ നിർത്തിയത്. ബാക്കി എന്താണെന്ന് നോക്കിയാലോ. ടീം സഡൻ ആയിട്ട് മോണിനെ കിസ് ചെയ്തത് അവന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര ഫീൽ ആയിട്ട് നേരെ ബാത്റൂമിൽ വന്നിരുന്ന് തന്നെത്താനും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ടീം എന്ത് ചെയ്യും, നമ്മുടെ മോണിനെ കാണാനിട്ട് അന്വേഷിച്ച് നേരെ ബാത്റൂമിൽ വരും. ഇവനെ കണ്ടത് ഉടനെ ചോദിക്കും, ഞാൻ നിന്നോട് കുറച്ച് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കും. വേണ്ട, നീ ഇവിടുന്ന് പോകുന്ന നമ്മുടെ മോൻ പറയും. മോണിങ്ങനെ പറയുന്ന കേട്ട ഉടനെ ടീം പറയും, നീ എന്നോട് സംസാരിക്കത്തില്ലെങ്കിൽ വേണ്ട, നിന്റെ അടുത്ത് ഞാൻ കുറച്ചു നേരം നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അടുത്ത് ഭിത്തിയോട് ചേർന്നിങ്ങനെ ഇവനിങ്ങനെ കുറെ നേരം നമ്മുടെ മോനെ നോക്കി നിൽക്കും. നീ ഇപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് അറിയാം. സോറി, ഞാൻ അറിഞ്ഞോണ്ടൊന്നും കിസ് ചെയ്തൊന്നുമില്ല. അഭിനയിച്ച വഴിക്ക് അറിയാതെ ആക്സിഡന്റ് ആയിട്ട് ഞാൻ കിസ് ചെയ്തതാണ്. നീ ഇതിനു മുമ്പ് ആരെയും കിസ് ചെയ്തിട്ടില്ല, ഇത് നിന്റെ ഫസ്റ്റ് കിസ്സാണ്. ഐ എം സോറി എന്ന് പറയും. ടീമേ, നിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നീ അറിയാതെ കിസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് വിശ്വസിക്കണം അല്ലേ? എന്ത് ചെയ്യാനാ, വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇവനിങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോനാണ് ഒന്നും മിണ്ടായിട്ട് ഞാനിവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് നടന്നു പോകും. എന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം ഒരു റിവറിന്റെ സൈഡിൽ വന്നത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ആ സ്ഥലത്തോടെ നമ്മൾ തേർഡ്സ് വരും. വന്നിട്ട് പറയും, എടാ ഇന്ന് എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ റൂമിലോട്ട് വരുന്നില്ല, നീ ഇന്ന് വീട്ടിലോട്ട് തന്നെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ പറഞ്ഞ് അവന്റെ അടുത്തുനിന്ന് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മോനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നിടത്തോട്ട് നമ്മുടെ ടീം വരും, വന്ന് ഇവന്റെ കൂടെ ഇരിക്കും. എന്നിട്ട് പറയും, റെസ്റ്റോറന്റിൽ വേറെ കസാല ഒന്നും ഫ്രീ ഇല്ല, അതാ ഞാൻ ഇവിടെ ഇരുന്നതെന്ന് പറയും. അതും ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ശരി എന്ന് നമ്മുടെ മോനാണ് ടീമിനുള്ള ദേഷ്യമൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ മൈൻഡ് ചെയ്യാതെ ഭയങ്കര ജാടായിട്ടിരിക്കുമ്പോഴേക്കും ടീം ഫുഡൊക്കെ ഓർഡർ ചെയ്യും. അത് വന്നതും ഉടനെ അതെടുത്തിട്ട് ഈ ബൗളൊക്കെ വിടുന്നതൊക്കെ ചുമ്മാ ഇവന്റെ ദേഹത്തോട്ട് കുറച്ച് ജ്യൂസൊക്കെ ഇങ്ങനെ ഊതി വിട്ടോണ്ടിരിക്കുക. ഇത് കണ്ടതും ദേഷ്യത്തിൽ മോൻ പറയും, വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി ഇന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. മോനാണ് ഫുഡ് കഴിക്കുന്നത് പിള്ളേർ കണക്കാണ്. അപ്പൊ ദേഹത്തും ചുണ്ടിലെല്ലാം പറ്റുമ്പോ ഉടനെ തന്നെ ടിഷ്യൂ എടുത്തിന്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയും, നീ എന്തോ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ കണക്ക് ഫുഡൊക്കെ കഴിക്കുന്നത്, മൊത്തം ആയി എന്ന് പറഞ്ഞിട്ട് തുടച്ചൊക്കെ കൊടുത്തോണ്ടിരിക്കുക. ഇവൻ തന്നെ അവന് ഡ്രസ്സിലൊക്കെ അഴുക്കാവുമെന്ന് പറഞ്ഞ് നമ്മളെ റെസ്റ്റോറന്റിലൊക്കെ ഒരു തുണി വെക്കത്തില്ല, ഇങ്ങനെ ഷർട്ടിന്റെ പുറത്തൊക്കെ ഇടാൻ, അതൊക്കെ തന്നെ താൻ എഴുന്നേറ്റ് നിന്ന് കെട്ടിയൊക്കെ കൊടുക്കും. ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ മോണിന് കുറച്ച് നാണൊക്കെ വന്നിട്ട് സന്തോഷമായിട്ട് അവനൊന്ന് ചിരിക്കും. ഇവനിങ്ങനെ ചിരിക്കുന്ന കാണുമ്പോഴാണ് നമ്മുടെ ടീമിനൊരു സമാധാനമാവുന്നത്. അതിനുവേണ്ടിയാണല്ലോ ഇവൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഇന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഫുഡിനകത്തുനിന്ന് ഈ മീറ്റ് ബോൾ എടുത്ത് നമ്മുടെ മോണിന് ഇട്ട് കൊടുക്കും ടീം. ഇത് കണ്ടത് ഉടനെ അവൻ ചോദിക്കും, ഈ ഫുഡിൽ ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ളത് ഈ മീറ്റ് ബോൾ ആണല്ലോ, ഇതെന്താ നീ എനിക്ക് തരുന്നത് എന്ന് ചോദിക്കും. ഓ, മീറ്റ് ബോൾ മാത്രമാണോ ഡെലീഷ്യസ് ആയിട്ടിരിക്കുന്നത്, നീയും ഡെലീഷ്യസ് ആണ് എന്ന് പറയാം. എന്റെ പൊന്നടാ, താങ്ങാൻ വയ്യടാ നിങ്ങളുടെയൊക്കെ ഒരു ഡയലോഗ്. മോന്റെ കാര്യം പറയണേ. ഇത് കേട്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഉടനെ ടീം വയ്ക്കും, ഓക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കും. പറയും, ഞാൻ നേരെ റൂമിൽ പോവാന്ന് പറയും. എന്നാ ശരി, ഞാൻ നിന്നെ കൊണ്ടാക്കട്ടെ എന്ന് പറയുമ്പോ മോനും ചിരിച്ചോണ്ട് സന്തോഷമായിട്ട് പറയും, ഓക്കെ എന്ന് പറയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും കൂടെ നടന്നു വരുവാണ്. കൈയൊക്കെ പിടിച്ചാണ് നടന്നു വരുന്നത്. കുറച്ചങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും നമ്മുടെ മോന്റെ വീട് വരുമ്പോ മോൻ പറയും, ഇതാ എന്റെ വീട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് പറയും, ശരിയെന്നാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകാൻ വരുമ്പോ ടീം പറയും, അവിടെ ഒന്ന് നിന്നേന്ന് പറഞ്ഞ് വിളിച്ചവിടെ നിർത്തും. എന്നിട്ട് വയ്ക്കും, നിന്റെ ഫോൺ നമ്പർ തന്നിട്ട് പോവാന്ന് പറയും. അയ്യോ, മോളിന്റെ കാര്യം പിന്നെ പറയണോ, ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് നമ്പറും കൊടുത്തിട്ട് ഇവൻ നേരെ വീട്ടിൽ വരും. റൂമിൽ വന്നത് ഉടനെ ടീം എന്ത് ചെയ്യും, ഇവന് മെസ്സേജ് അയക്കും, എന്നെ വിളിക്കുന്നു പറഞ്ഞു. ഉടനെ മോൻ വിളിക്കുമ്പോഴേക്കും ഒരു ലവ് റിംഗ് ടൂൺ ആണ് വെച്ചിരിക്കുന്നത്. കുറെ നേരം റിംഗ് ടൂൺ കേൾക്കുമ്പോഴേക്കും നമ്മുടെ മോണിന് കുറച്ച് ഹാപ്പി ആവും. റിംഗ് അടിച്ച് കഴിയുമ്പോഴേക്കും ടീം ഫോൺ എടുത്തിട്ട് പറയും, എന്റെ റിംഗ് ടൂൺ കേട്ടോ, ഈ ലവ് സോങ് വെച്ചത് ഞാൻ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയും. എന്നിട്ട് പറയാം, ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് രണ്ടുപേർ കൂടെ ചേർന്ന് അമ്പലത്തിലൊക്കെ പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഫോൺ വെക്കും. ഒരാഴ്ചക്കുള്ളിൽ ഇവൻ കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇത്രയും നമ്പറൊക്കെ ഇവന്റെ കയ്യിലുണ്ടായിരിക്കുമെന്ന് നമ്മുടെ മോണിനെ ഇത്രയും പെട്ടെന്ന് ഇവൻ സെറ്റാക്കി എടുക്കുമെന്ന് നമ്മൾ ഓർത്തില്ലല്ലേ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടീമും കേങ്ങും കൂടെ ബാറിലിരിക്കുവാണ്. ഉടനെ കേങ്ങ് കൊണ്ട് ടീമിനോട് ചോദിക്കും, എന്താടാ മാറ്ററൊക്കെ കഴിഞ്ഞോ, ഇനി എത്ര നാള് വേണം നിനക്ക് എന്ന് ചോദിച്ചോണ്ട് തന്നെ പറയും, ആ കട്ടവരൊന്നും ആയില്ലടാ, എനിക്ക് അതിനുള്ള മൂടൊന്നും ഇതുവരെ വന്നില്ല, പക്ഷെ ഇവൻ മറ്റുള്ളവരെ കണക്കല്ലടാ, ഇവൻ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ആളാണെന്ന് പറയും. എന്നിട്ട് പറയും, ഇന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നടാ, അവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയും, ഇന്ന് റിഹേഴ്സൽ ഞാൻ അവനെ ആക്സിഡന്റ് ആയിട്ട് കിസ് ചെയ്തെന്ന് പറയും. ഇത് കേട്ടത് കേങ്ങ് ഭയങ്കര ഷോക്കായിട്ട് പറയും, എന്ത് ആക്സിഡന്റ് ആയിട്ട് കിസ് ചെയ്തതോ, നീ ആരെയും കിസ് ചെയ്തില്ലല്ലോ, നീ അവസാനമായിട്ട് നിന്റെ എക്സിനെയല്ലേ കിസ് ചെയ്തതെന്ന് ചോദിക്കും. ആടാ, ഇനിയിപ്പൊ എന്തിനാ അതൊക്കെ നീ ഓർമ്മപ്പെടുത്തുന്നതെന്ന് ചോദിക്കും. ഇവനിങ്ങനെ പറയുന്നത് ഇവന്റെ മുഖത്തിന്റെ ഒരു ലുക്ക് എല്ലാം കൂടെ കണ്ട് കേങ്ങ് ഡൗട്ട് ആയിട്ട് വെക്കും. ഇനി നീ എങ്ങനെ അവനെ പ്രണയിക്കുന്നുണ്ടോ, നിന്റെ മനസ്സിൽ വല്ല അവൻ കേറിയോ, ഈ പ്രണയമൊന്നും നമുക്ക് വേണ്ടടാ, നമ്മുടെ ഗ്രൂപ്പിന് സെറ്റ് ആവാത്ത സാധനം അത്, ഓൾറെഡി നമ്മുടെ നുവ അത് ചെയ്തിട്ട് ഇപ്പൊ ഇവിടുന്ന് പോയിരിക്കുവാണ്, അതുകൊണ്ട് നീയും കൂടെ അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ കേങ്ങ് പറയും. ഈ പറയുന്ന ആളെ, അതായത് പ്രണയം നമുക്ക് വേണ്ടാന്ന് പറയുന്ന ആളെ ഒന്ന് നോക്കി വെച്ചോണം, അവസാനം കുത്തിയിരുന്ന് കരയാൻ പോകുന്ന ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നീ പറഞ്ഞ 1 വീക്കിന് ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ, അതിനുള്ളിൽ നീ സംഭവം സെറ്റാക്കിയില്ലെങ്കിൽ ബെറ്റിൽ നീ തോറ്റെന്ന അർത്ഥമൊന്നും കൂടെ പറയും.
ഇനി കൂടുതൽ എന്തെങ്കിലും വേണം. ഒന്നാമത് അവനെ എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് ആലോചിച്ചാണ് നമ്മുടെ ടീം നടക്കുന്നത്. അതിനിടയ്ക്ക് ഇവനും കൂടെ 3 ദിവസം കൂടെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ചെറുക്കൻ ഒന്നും കൂടെ ഒന്ന് അലർട്ടായി ഒരു പടി സ്റ്റെപ്പും കൂടെ ഒന്ന് മുന്നോട്ട് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് പിറ്റേഴ്സാണ്. നമ്മുടെ മോണാണെങ്കിൽ ഒരു റിവറിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ എപ്പോഴും പോയി നിൽക്കുമല്ലോ, അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. കറക്റ്റ് സമയത്ത് ടീം മെസ്സേജ് അയക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ് ചെയ്യുമ്പോഴേക്കും ടീം പറയും എനിക്ക് പനിയായിട്ട് കോൾഡ് പിടിച്ച് ഞാൻ വീട്ടിൽ കിടക്കാന്ന് പറയും. ആഹാ, നമ്മുടെ ചെറുക്കനെ കോൾഡ് പിടിച്ച് ഇവൻ വെറുതെ ഇരിക്കും. എന്നാ ശരി ടാബ്ലറ്റും ഫുഡൊക്കെ മേടിച്ചോണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയും. ഞാനിതാ വന്ന് അടുത്ത വണ്ടിക്ക് ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു അവൻ അവിടുന്ന് പോവും. ജല്ലടാ ചെന്ന് കേറിക്കൊടു. ഇന്നലെ കൂട്ടുകാരൻ പറഞ്ഞല്ലേ 3 ദിവസം ഉള്ളൂ എന്ന്. അതിന്റെ എന്തോ ഒരു പരിപാടി ഒപ്പിക്കാൻ വേണ്ടി ഇവൻ പ്ലാൻ ചെയ്ത് വിളിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ പാവം നമ്മുടെ മോൻ ഇതൊന്നും അറിയാതെ ഭയങ്കര സത്യസന്ധനായിട്ട് കുളിക്കുകയും മരുന്നും ഫുഡൊക്കെ മേടിച്ചോണ്ട് നേരെ റൂമിൽ ചെല്ലും. ഇവൻ നേരെ ടീമിന്റെ റൂമിൽ ചെന്ന് കോണിമ്പൽ അടിക്കുമ്പോഴേക്കും ടീമിന് മനസ്സിലാവും ഇവനാ വന്നതെന്ന്. ഞാൻ ആ മോണ തുറക്കെന്ന് പറയുമ്പോഴേക്കും ഇവന് മനസ്സിലാവും അവനാ വന്നതെന്ന് അറിഞ്ഞതും നല്ല പോലെ ഇരുന്ന് അവൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം റിമൂവ് ചെയ്ത് ഒന്ന് ബോഡിയൊക്കെ കാണിച്ച് നേരെ ഇന്ന് ഡോറ് തുറക്കും. ഡോറ് തുറന്നതും നമ്മൾ ടീം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇല്ലാതെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മോന്റെ മുഖമൊക്കെ അങ്ങ് മാറും. ഞാൻ ഈ കാണുന്നതെല്ലാം സത്യമാണോ ാണോ എന്നും പറഞ്ഞ് ചെറുക്കൻ വായും തുറന്ന് നിൽക്കുക. ടീമാണ് പൊളിയാണ്, വലിയ വർത്താനമൊന്നുമില്ല, നേരെ ആശയിലോട്ട് ഇറങ്ങിക്കുക. ഇവൻ വന്ന് നിന്നത് അവന്റെ കൈ കയറി പിടിച്ച് അകത്തോട്ട് കയറ്റിട്ട് പുറകിൽ നിന്ന് അങ്ങോട്ട് ഹഗ് ചെയ്യും. ഇവൻ അങ്ങോട്ട് ഹഗ് ചെയ്ത് നമ്മുടെ മോണിന് പറയണോ, എന്നിട്ട് അവന്റെ പെടലിയിൽ കിസ് ചെയ്യും. മോണാണ് ഒരുമാതിരി മൂഡ് ഇങ്ങനെ മാറി വരുവാണ്. എന്നിട്ട് ഇവന്റെ പുറത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞിട്ട് വെക്കും. നിനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കോൾഡ് കുറവുണ്ടോന്ന് നിൽക്കും. ഉടനെ ഇവൻ പറയും നീ എന്റെ ഇത്ര അടുത്ത് നിൽക്കുമല്ലേ, നിന്നെ ഹഗ് ചെയ്തിരിക്കുമല്ലേ, നീ തന്നെ നോക്കിട്ട് പറ എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അവർ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വലിയ ചൂടൊന്നും ഇല്ലാന്ന് പറയും. ചൂടൊക്കെ ഇപ്പൊ കുറവാണ് എന്ന് പറയാനായിട്ട് നമ്മുടെ മോൻ ഒരുപാട് കഷ്ടപ്പെടും. കാരണം അവൻ അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു. വെറുതെ ഇങ്ങനെ പെടലിയിലും കവിളിലും ചെവിയിലും ഒക്കെ ഇങ്ങനെ കിസ് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ കിസ് ചെയ്ത് ചെറുക്കന്റെ ആ ഒരു മൂഡ് മാറ്റിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെ ചോദിക്കുകയാണ്, കഷ്ടപ്പെട്ട ഒരു വഴിക്ക് ചോദിക്കും. നിങ്ങളിപ്പോ ഓർക്കും ഇവനിങ്ങനെ വിളിച്ചകത്ത് കേട്ടിട്ട് ഇവൻ എന്താ കഥ കടക്കാതാണ് ഈ കിസ് ചെയ്യുന്നത്. അതൊക്കെ അവൻ കാലുകൊണ്ട് നൈസായിട്ട് അടയ്ക്കും. കാരണം ചെറുക്കൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ഇങ്ങനെ പുറകെ ഹഗ് ചെയ്ത് കുറെ നേരം കിസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ തീവന്തയും പതുക്കെ മോണിനെ തിരിച്ചിട്ട് അവന്റെ ലിപ്പി കിസ് ചെയ്യും. ഇവനല്ലേ പറഞ്ഞത് ഇവൻ ആരെയും കിസ് ചെയ്യത്തില്ലെന്ന്. ഈ പ്ലേ ബോയ് ആയിട്ടുള്ളവരെല്ലാം അങ്ങനെയാന്ന് തോന്നുന്നത്. റിയൽ ലവ് ആണെങ്കിൽ മാത്രമേ കിസ് ചെയ്യത്തുള്ളൂ എന്ന് തോന്നുന്നത്. ആദ്യമൊക്കെ തിരിച്ച് കിസ് ചെയ്യുന്നവിടെ മോണിന് ഒരു ചെറിയ പേടിയുണ്ട്. പിന്നെ അവൻ വിചാരിച്ചു കാണും വരുന്നിടത്ത് വെച്ച് കാണാന്ന് വിചാരിച്ച് അവനും തിരിച്ച് കിസ് ചെയ്യും. ഇവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ ടീം എന്ത് ചെയ്യും, ഇവനെ എടുത്തിട്ട് സോഫയെ കൊണ്ടിരുത്തും. ഇരുത്തിട്ട് പറയും എനിക്ക് പനിയാണ്, അത് നിനക്കറിയാലോ എന്ന് പറയുമ്പോഴേക്കും സാരമില്ല എനിക്ക് പനി വന്നാലും ഒരു കുഴപ്പവും ഇല്ലെന്ന് നമ്മുടെ മോൻ പറയണ. മോനെ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ, അപ്പൊ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നീ ഇതൊക്കെയാണ് ഒപ്പിക്കുന്നത്. നീ ഇതെല്ലാം ചെയ്തിട്ട് നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ അവന്മാര് നിന്നെ ശരിയാക്കും. അവന്മാര് പറഞ്ഞു ഇതൊന്നും വേണ്ടെന്ന്. പിന്നെ ഇപ്പൊ റൊമാൻസ് വന്നാ പിടിച്ചു വരുത്താൻ പറ്റുമോ? അങ്ങനെ സംഭവങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വെക്കൊണ്ടിരിക്കുവാണ്. ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവനെ കിസ് ചെയ്ത് എടുത്ത് നേരെ ബെഡിലോട്ട് കൊണ്ടുപോകും. സീൻ കാണാൻ നല്ല രസം, ഭയങ്കര റൊമാൻസ് ആണ്. ഇവന് ശരിക്കും ഇവനെ ഇഷ്ടമാണോ അതോ ഇനി ആ ബെറ്റിന്റെ പേരിലാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. എന്താന്ന് നമുക്ക് പോയി നോക്കാം. അങ്ങനെ നേരെ ഇവിടുന്ന് സീൻ കട്ട് ചെയ്താണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. നമ്മള് നല്ല മൂഡിൽ റൊമാൻസ് ആയിട്ട് വരുമ്പോഴേക്കും ഇവര് സീൻ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. രണ്ടുപേരും കൂടെ ഹഗ് ചെയ്ത് കിടക്കുകയാണ്. എന്നെ ടീം എഴുന്നേച്ചിട്ട് പറയും എനിക്ക് ക്ലാസ് ഉണ്ട് പോണം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഷെഡ്യൂൾ അല്ലേ, എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ട് എനിക്ക് പോണം, ഞാൻ പോവാന്ന് പറയും. ഇവൻ ഇവിടെ തന്നെ നിൽക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മോൺ എഴുന്നേറ്റ് ഹാളി വരുമ്പോ ഇന്നത്തെ യുദ്ധത്തിലെ ഡ്രസ്സെല്ലാം അവിടെ ഇവിടെ ഊരിയിട്ടിരിക്കുവല്ലേ. ഇത് കാണുമ്പോഴേ ചെറുക്കന് ഭയങ്കര നാണമായിട്ട് അതെല്ലാം എടുത്ത് ഇങ്ങനെ മടക്കി വെച്ചോണ്ടിരിക്കുവാണ്. ഇവനാണ് ടീമിന്റെ ഒരു ഷർട്ട് ആയിട്ടിരിക്കുന്നത്. കാരണം എന്റെ പൊന്നി ഭയങ്കര കോമഡി. ഈ ഗേൾസ് ഒക്കെ മോഡേൺ ഡ്രസ് ഇട്ടിരിക്കത്തില്ല, അതുപോലെ ഇട്ടിരിക്കും. അതൊക്കെ ഇട്ടിരുന്ന് മടക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കോണിമ്പൽ അടിക്കും. അപ്പൊ ഇവൻ ഓർക്കും ടീമായിരിക്കും വന്നതെന്ന് വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യും, അവന്റെ ഷർട്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ആയിട്ട് വലിച്ചിടും. എന്റെ പൊന്നടാ നീ ഒരു പച്ചക്കുളന്തയാന്ന് ഞാൻ വിചാരിച്ച, നിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരാളുണ്ട്. അല്ലെങ്കിൽ ഈ മിണ്ടാപ്പൂച്ചകളെ പോലെ ഇരിക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവന്മാര് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വെറുത്തനായിരിക്കും അവന്മാരെ പ്ലേ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഡോർ തുറക്കുമ്പോ വന്നിരിക്കുന്ന ആ രസപ്രേസ് നമ്മുടെ കേങ്ങാണ് വന്നത്. കേങ്ങിനെ കണ്ടത് നമ്മുടെ മോണൊന്ന് ഷോക്കാവും. എന്നിട്ട് പറയും കേങ്ങാണോ ഒന്നും വേണ്ട, നേരെ കയറി സോഫയിലോട്ട് ഇരുന്നിട്ട് ഇവനെ അടിമുടി ഒന്ന് നോക്കും. ഇവനെ ഇട്ടിരിക്കുന്ന ഡ്രസ്സും എല്ലാം നോക്കിയിട്ട് അത് കാണും നമുക്ക് തന്നെ ചിരി വരും. ഇവൻ എന്തിനാ വന്നിരിക്കുന്നതെന്നൊരു പേടി നമുക്ക് തന്നെ കാണും. ഈ കേക്ക് എന്തൊരു ഗ്ലാമർ ആണല്ലേ. അയ്യോ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് മനസ്സിലാവത്തില്ല, പക്ഷെ ഇതിന്റെ ഒറിജിനൽ വീഡിയോ കാണും ഇവനെ കാണാൻ നല്ല രസം. എനിക്ക് എപ്പോഴും ഒരു ഹോട്ട്നെസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവന് ഓർമ്മ വരും. അത് കറക്റ്റ് ആണ് ഈ ചെറുക്കുന്നത്. ഉടനെ മോൻ ചോദിക്കാൻ നീ ടീം
ടീമിനെ കാണാൻ വന്നയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയാം അല്ല ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. ഉടനെ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കും എന്നെ കാണാനോ എന്നുള്ള രീതിയിൽ. ഉടനെ തന്നെ പറയും നീ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അല്ലേ, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഈ ലവ് എന്ന് പറയുന്നതൊന്നും ഒരു ദിവസവും രാത്രി കൊണ്ടൊന്നും വരാൻ പോകുന്നില്ല, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കും. ഇല്ല എനിക്ക് മനസ്സിലാകുന്നില്ല, നീ കാര്യം തുറന്നു പറയുന്ന നമ്മുടെ മോൻ പറയും. ഉടനെ പറയും ടീം ഇപ്പൊ എന്റെ മുറിയിലാ ഉള്ളത്, അവനാ നിന്നോട് ഇത് പറയാൻ പറഞ്ഞത്. ഇന്നലെ നൈറ്റ് നടന്ന കാര്യം വെച്ചിട്ട് നീ മനസ്സിൽ വെറുതെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും വളർത്തണ്ടെന്ന് അവൻ പറയാൻ പറഞ്ഞു. ഇപ്പൊ നിനക്ക് മനസ്സിലായോന്ന് ചോദിക്കും. ഇത് കേട്ട് നമ്മുടെ മോണിന് മനസ്സിലാവും അവൻ നമ്മളെ തേച്ചാണെന്ന്. ഭയങ്കര സങ്കടം. അവർ രണ്ടും കൂടെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന എല്ലാ മൂമെന്റും ഓർക്കും. അവനാണ് വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നെഞ്ചി തുടച്ചിട്ട് പറയത്തില്ല ഞാൻ നിന്നെ റിസീവ് ചെയ്ത് വെച്ച് എനിക്കായിട്ട് നീ മറക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഒക്കെ ഓർത്തിട്ട് ഇവന് ഭയങ്കരമായിട്ട് സങ്കടവും പാവുണ്ടല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനല്ലേ ഇങ്ങനെ പ്ലേ ബോയ് ആയിട്ടുള്ള ആമ്പിള്ളേരുടെ തിരക്കിയാ പോരെ ഇതുപോലുള്ള പാവപ്പെട്ടവരെയൊക്കെ പറ്റിക്കുന്ന എന്തിനല്ലേ. മോനാണ് ഭയങ്കര സങ്കടമാവും. പറഞ്ഞൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര സങ്കടമായിട്ട് ഡ്രസ്സ് എല്ലാം എടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും നീ നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്കെ ഇന്നലെ നൈറ്റ് നടന്ന കാര്യം വെച്ചിട്ട് ഞാനൊന്നും മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും വളർത്തുന്നില്ല. ഇന്നലെ നടന്ന കാര്യങ്ങൾക്കൊന്നും അവനല്ല കാരണം, അതെല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ് ആണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ട് അവിടെ നിന്ന് നടന്നു പോകും. ഇവൻ പോകുന്നതാണ് കേങ്ങാണ് ഭയങ്കര സങ്കടമായിട്ട് നോക്കുവാണ്. കാരണം അവനും അറിയാലോ മറ്റു ചെറുക്കന്മാരെ പോലെ അല്ല ഇവൻ പാവമാണെന്ന്. കാരണം ഇവനൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നില്ലെന്ന് ഇവനും അറിയാലോ. അതൊക്കെ വെച്ചിട്ട് ഇവൻ ഭയങ്കര സങ്കടമായിട്ട് അവനെ ഇങ്ങനെ നോക്കും. ഇവന്റെ അടുത്ത് അപ്പോഴേ പുത്തും തേർഡ്സും ഒക്കെ പറഞ്ഞിടാ അവനൊരു പ്ലേ ബോയ് ആണ്, അവന്റെ അടുത്ത് ഇത്തിരി ക്യാപ്പിട്ട് നിൽക്കുന്നു പറഞ്ഞ എനിക്കെല്ലാം മനസ്സിലായി, എനിക്ക് അവനോട് പ്രേമമൊന്നുമില്ല, ക്രഷ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. എന്ത് പറയാനാ, വരാനിരിക്കുന്നത് വഴി തങ്ങത്തില്ലെന്ന് പറയുന്നത് പോലെ. ഇവിടെ നേരെ സിങ്കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇവൻ നേരെ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും അവിടെ പുത്ത് വരും. എന്നിട്ട് ചോദിക്കും എന്ത് പറ്റി സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറയും ഇത്രേ ഉള്ളൂ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അതിനൊരു തീരുമാനമായി എന്ന് ഭയങ്കര സങ്കടമായിട്ട് പറയുമ്പോഴേക്കും പുത്തിന് മനസ്സിലാവും ടീം എന്തോ പണി ഒപ്പിച്ചാന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് ഹഗ് ചെയ്തിട്ട് പറയും സാരയില്ല നീ അത് വിട് എന്ന് പറയും. ആദ്യം ഞാൻ ഈ സീരീസ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പുത്തിനെ അല്ലപ്പോ ഇവനെ ഇഷ്ടമായിരിക്കും, ഇവര് തമ്മിലായിരിക്കും കപ്പിൾസ് ആയിട്ട് വരുന്നതെന്ന്. അല്ല അവര് നല്ല ഫ്രണ്ട്സ് ആണ്. ഹഗ് പറയും വേണ്ട അതൊക്കെ പോട്ടെ സാരയില്ല അതൊക്കെ മറക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തേർഡ്സ് അങ്ങോട്ട് വരും. ഇവനിങ്ങനെ സങ്കടപ്പെട്ട് കരയുന്ന കാണുമ്പോൾ തേർഡ്സ് പറയും എനിക്കറിയാം നീ ടീമിനെ ഓർത്തല്ല കരയുന്നത്, സാരയില്ല നീ അതൊക്കെ വിടുവാ, നമുക്ക് ഡ്രാമ ക്ലബിലോട്ട് പോകാം, അവിടെ റിഹേഴ്സൽ തുടങ്ങാറായി എന്ന് പറയും. ഇട്ടതും ഉടനെ ഇവൻ പറയില്ല ഞാനിനി വരുന്നില്ല അങ്ങോട്ട്, അവരോട് പറഞ്ഞൊക്കെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തെന്ന്, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ തേർഡ്സിന്റെ തോളിലോട്ട് ഇങ്ങനെ കിടക്കും. ഇവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പുത്തും തേർഡ്സും കൂടെ എന്ത് ചെയ്യും ഇവനെ അവിടെ തന്നെ എത്തി കുളിപ്പിച്ച് കുറെ നേരം അവൻ്റെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അവനെ വിളിച്ചോണ്ട് വന്ന് ഫുഡൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ ഇരുന്ന് കളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കുറെ നേരം അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവന്റെ മൂഡൊക്കെ മാറ്റി ഒന്ന് സമാധാനമാക്കി അവനെ ഒന്ന് ചിരിപ്പിക്കും. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ, നമ്മൾക്ക് ഫ്രണ്ട്സ് ഉള്ളപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ എത്ര സങ്കടത്തിരിക്കുകയാണെങ്കിലും അല്ലെ, ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ടീമാണ് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഓപ്പോസിറ്റ് തേർഡ്സ് വരും. തേർഡ്സിനെ കണ്ടതും ഇവനെ വിളിച്ചിട്ട് കൈ പിടിക്കും. ഉടനെ തേർഡ്സ് കൈ തട്ടി മാറ്റിട്ടിരിക്കും എന്താന്ന് ചോദിക്കും നിന്റെ ഫ്രണ്ട് എന്ത് ചെയ്യുമോൻ, അവനെ കാണാനേ ഇല്ലല്ലോ, ഞാൻ അവനെ ഒരുപാട് നോക്കി, എനിക്ക് അവനോട് സോറി പറയണമെന്ന് പറയാം. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ തേർഡ്സിന് കല വരും. കാരണം അവനെല്ലാം അറിയത്തുള്ളൂ നമ്മുടെ മോൻ എന്തുമാത്രമാണ് ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ പറയും നീ ഭയങ്കര ആക്ടറൊക്കെ ആയിരിക്കും, നീ വലിയ ആളൊക്കെ ആയിരിക്കും, നിന്റെ കണ്ണിൽ എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു ഡ്രാമയിലൊക്കെ നടക്കുന്നത് ചെറിയൊരു ക്യാരക്ടർ പോലെ കാണത്തുള്ളൂ, നിന്റെ മനസ്സ് പോലെയല്ല എന്റെ ഫ്രണ്ടിന്റെ മനസ്സ്, അവന്റെ ചെറിയ മനസ്സാണ്, ഇനി അവന്റെ മനസ്സ് അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിന്റെ മുഖം ഇടിച്ചാൻ പറ്റും, മര്യാദക്ക് നോക്കി നടന്നോളാം പറയും. നിന്റെ കളിയൊന്നും എന്റെ ഫ്രണ്ടിനോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവൻ ദേഷ്യത്തി അങ്ങ് പോവും. നമ്മുടെ തീരുമാനം അവിടുന്ന് നേരെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഇവനാണെങ്കിൽ മോന്റെ ഒരേ ആലോചനയാ. ഇവനും ഭയങ്കര ഷോക്കായിട്ടൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത്. ഇവിടുന്ന് നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ്. അന്ന് സംഭവം എല്ലാം നടന്ന് നമ്മുടെ കേങ് ഇതിങ്ങനൊക്കെ പറഞ്ഞിട്ട് പോയി കഴിയുമ്പോഴേക്കും ടീം ക്ലാസ് കഴിഞ്ഞ് നേരെ കേങ്ങിനെ കാണാൻ വരും. വന്നിട്ട് ചോദിക്കും നീ എന്തുവാടാ പറഞ്ഞത്, അവിടെ ചെന്നിട്ട് നീ അവനോട് എന്തുവാ പറഞ്ഞത്, ഞാൻ എന്ത് പറയാനാ, എല്ലാ ആമ്പിളാരോടും എന്തുവാണോ പറയുന്നത് അത് തന്നെ ഞാൻ അവനോടും പറഞ്ഞത് എന്ന് പറയും. ഇത് കേട്ട് ടീം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഫീൽ ചെയ്യുന്ന കണ്ടത് ഇവൻ കുറെ നേരം നോക്കിയിട്ട് വയ്ക്കും നീ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അവനെ ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നല്ലോ എന്ന് പറയും. ടീം ആദ്യം ഒന്നും മിണ്ടത്തില്ല, കുറെ നേരം മിണ്ടായിരുന്നിട്ട് നോക്കിയിട്ട് ആ ശരിയാ എനിക്ക് അവനെ ഇഷ്ടമാണ്, എനിക്ക് അവനെ ശരിക്കും ഇഷ്ടമാന്ന് പറയും. ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രസന്റ് ഇരുന്ന് നമ്മുടെ ടീം ഇരുന്ന് ഓർത്തിട്ട് പെട്ടെന്നാണെങ്കിൽ അവിടെ നോക്കുമ്പോഴേക്കും മോണാണെങ്കിൽ എപ്പോഴും കയ്യിൽ ഇങ്ങനെ സ്മൈലിന്റെ ഒരു സാധനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുമല്ലോ, പ്രത്യേകിച്ച് അവന്റെ കോട്ടിലും കഴുത്തിലും ഒക്കെ സ്മൈലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും യെല്ലോ കളറിൽ കാണും. അതുപോലെ ഒരു കീ ചെയിൻ അവിടെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും അത് എടുക്കുമ്പോൾ ഇവന് ഒരുപാട് സങ്കടവും. പെട്ടെന്ന് തന്നെ ഇവൻ ഫോൺ എടുത്തിട്ട് മോണിനെ വിളിക്കുമ്പോഴേക്കും വിളിച്ചിട്ട് കിട്ടത്തില്ല. അപ്പോഴവൻ ആലോചിക്കുന്നത് എപ്പോഴും മോൺ റിവറിന്റെ സൈഡിൽ വന്ന് നിൽക്കുമല്ലോ, അവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി നേരെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴേക്കും എന്താ നമ്മുടെ മോൺ അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്ന് മീനിന് ഫുഡൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന കറക്റ്റ് സമയത്താണ് നമ്മുടെ ടീമും അവിടെ ചെല്ലുന്നത്. പരസ്പരം രണ്ടുപേർക്കും കാണാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ടീമിനും ഭയങ്കര ഷോക്കാണ്. മോണിനെ
കാണാൻ പറ്റത്തില്ല, സത്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തേച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് മോണിനും ഭയങ്കര സങ്കടം. പെട്ടെന്നൊന്നും മാറത്തില്ലല്ലോ, ഫസ്റ്റ് ലവ് അല്ലേ. അങ്ങനെയൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുന്ന ഒരു ദിവസം തേർഡ്സ് എന്ത് ചെയ്യും, മോണിനെ കാണാൻ റൂമിൽ വരും. വന്നിട്ട് പറയടാ, ആ ഡ്രാമ ഇന്നാ പ്ലേ ചെയ്യാൻ പോകുന്നത്, നീ ആ ഡ്രാമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ, നീ വാടാ നമുക്ക് പോയി കാണാന്ന് പറയും. പക്ഷെ ഇവൻ ഭയങ്കര ശോകമൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പറയും, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. പിന്നെ നമ്മുടെ പുത്തും കൂടെ ചേർന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർബന്ധിച്ച് ഇവനെ വിളിച്ചുകൊണ്ട് ആ ഡ്രാമ കാണാനായിട്ട് അവിടെ ചെല്ലും. 3 പേരും കൂടെ ഡ്രാമ നടക്കുന്ന തിയേറ്ററിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ആരും ഇല്ലാത്ത കണ്ടതോടനെ തന്നെ മോൻ ചോദിക്കും, ഇതെന്താ ഇവിടെങ്ങും ആരും ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇത് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ലൈവ് പോകുന്ന ഡ്രാമയല്ല, അതുകൊണ്ട് ഓഡിയൻസ് ഒന്നും അധികം കാണത്തൊന്നുമില്ല, വാന്നും പറഞ്ഞ് ഇവനെ സീറ്റിലൊക്കെ ഇരുത്തും. ഇവരിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ നുവാവും സണ്ണും കൂടെ വരും. സണ്ണിനെ കണ്ടതും തേർഡ്സും മോണും വിഷയം, കാരണം അവന്റെ സീനിയർ ആണ് ഇവൻ, പുത്തിന്റെ കൂട്ടുകാരനല്ലേ ഇവൻ. ഉടനെ തന്നെ നമ്മുടെ പുത്ത് എന്ത് ചെയ്യും, ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കാണുമ്പോ ഒന്നും അറിയാത്ത പോലെ, ആ സണ്ണേ നിനക്ക് പുതിയ ബോയ് ഫ്രണ്ടിനെയൊക്കെ കിട്ടിയോടാ നീക്കും. ഇത് കേട്ടത് സണ്ണിനറിയാലേ ഇവനും കൂടെ പ്ലാൻ ചെയ്താണ് അവനെ കറക്റ്റ് ചെയ്തത്. ആ കലിപ്പിനാണാ, നിനക്കത് അറിയത്തില്ലല്ലേ, നീ തന്നെ അത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനെ അടിക്കാൻ വരും. നുവ ഉടനെ പെട്ടെന്ന് കൈ പിടിച്ച് വിളിച്ചുകൊണ്ട് അപ്പുറത്ത് വേറൊരു സീറ്റിൽ പോയി ഇവർ രണ്ടുപേരും കൂടി ഇരിക്കും. ഇരുന്നുണ്ടായിരുന്നു നമ്മുടെ നുവയുടെ ബാഗൊക്കെ മേടിച്ച് സൺ ഭദ്രമായിട്ട് അങ്ങ് വെക്കും. ഉടനെ നുവ ചോദിക്കും, ആ 2 പിള്ളേരെ നിനക്ക് അറിയാവോന്ന് ചോദിക്കും, അതായത് തേർഡ്സിനെ മോണിനെ. ഉടനെ സൺ പറയാൻ അറിയാലോ, അത് പൂത്തിന്റെ ജൂനിയേഴ്സ് ആണ്, ഞങ്ങളെല്ലാരും നല്ല കൂട്ടായി, എന്താന്ന് ചോദിക്കും. അവന് പറയാൻ ഒന്നും ഇല്ലാന്ന് പറയും. ഇവനും അപ്പൊ അറിയാന്ന് തോന്നുന്നു നമ്മുടെ ടീമിന്റെ കാര്യം. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹാൻസം ഗായ് കേങ് അങ്ങോട്ട് വരും. വന്നതും അവിടെ ഒന്നും, അതായത് ആ തിയേറ്ററിൽ വേറെ എങ്ങും സീറ്റ് ഇല്ലാത്ത പോലെ മോണൊക്കെ ഇരിക്കുന്ന ആ 3 പേരിരിക്കുന്നതിന്റെ അകത്തൂടെ കയറി അപ്പുറത്തിരിക്കാൻ പോകും. ഇങ്ങനെ കയറി ഇരിക്കാൻ പോകുന്ന വഴി കാല് തെറ്റി നമ്മുടെ പുത്തിന്റെ മടിയിലോട്ട് അങ്ങോട്ട് ഇരിക്കും. ഇത് കണ്ടതും പുത്ത് എഴുന്നേറ്റ് അപ്പുറത്തോട്ട് അങ്ങനെ പോയിരിക്കും പറഞ്ഞ് ഇവനെ എഴുന്നേപ്പിച്ചു വിടും. ഇവ നേരെ തൊട്ടപ്പുറത്തെ സീറ്റിൽ പോയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, നമുക്കൊരു ലിങ്ക് കിട്ടി. ഉടനെ ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടാകുമെന്ന്. മറ്റ് കപ്പിൾസിന്റെ എപ്പിസോഡ് പോലെ അല്ല നമ്മുടെ കേങ്ങിന്റെയും പുത്തിന്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് വെറുത്തനമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കപ്പിൾസ് ആണ്, അവരെന്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഡ്രാമയും തുടങ്ങും. ഡ്രാമ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ, രാജാവ് ഇങ്ങനെ മയങ്ങി വീഴും, അയാളുടെ റിയൽ ലവ് ആരാന്ന് വെച്ചാൽ അവര് വന്ന് കിസ് ചെയ്താലേ രാജാവ് ഉണരത്തുള്ളൂ. അതുപോലെ ഒരു സ്റ്റോറിയില്ല, അതാ ഇവര് ചെയ്യുന്നത്. ഇപ്പൊ രാജാവ് മയങ്ങി വീഴുന്ന സീനുമായി. ഇപ്പൊ രാജാവ് ഉണരണമെങ്കിൽ ട്രൂ ലവ് ആരുടെ മേത്താണ് വെച്ചിരിക്കുന്നത്, അവര് വന്ന് കിസ് ചെയ്യണം. ഉടനെ ഭാര്യയെ വിളിച്ച് കിസ് ചെയ്യിക്കുമ്പോഴേക്കും രാജാവ് ഉണരത്തില്ല. ഉടനെ നീ അല്ല അവന്റെ ട്രൂ ലവ്, ആരാന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഡയറക്ടറും പട്ടാളവും നേരെ ഇറങ്ങി ഓഡിയൻസിന്റെ അടുത്തോട്ട് വരും. ആദ്യം വരുന്ന നമ്മുടെ സണ്ണിന്റെ നുവാടെ അടുത്താണ്. അവര് കപ്പിൾസ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞ് നേരെ ഇപ്പുറത്തിരിക്കുന്ന 4 പേർ അടുത്തോട്ട് വരും. ഇവരിങ്ങോട്ട് അടുത്ത് വന്നത് സ്റ്റേജിലോട്ട് വിളിക്കാതിരിക്കാൻ വേണ്ടി പുത്തൻ തീയും കൈയെടുത്ത് നമ്മുടെ കേങ്ങിന്റെ തോളിലിടും. അതായത് അവര് കപ്പിൾസ് ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ കൂളായിട്ടിരിക്കുന്ന നമ്മുടെ മോണും തേർഡ്സും ആണല്ലോ, അറിയാലോ ആരെയായിരിക്കും വിളിക്കുന്നത്. നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് തീമാവുമ്പം ട്രൂ ലവ് ആയിട്ട് ആരെയായിരിക്കും വിളിക്കുന്നത്. മോനോട് പറയും, വാ നീ സ്റ്റേജിലോട്ട് വാന്ന് പറയും. ടീമോ രാജാവായതുകൊണ്ട് തന്നെ മോൻ പറയില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയും പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറയും, പ്ലീസ് നീ ഇപ്പൊ വന്നാലേ എന്റെ നാടകം നിർത്താൻ പറ്റത്തുള്ളൂ പ്ലീസ്, കാരണം ലൈവില് പൊക്കോണ്ടിരിക്കുമല്ലോ, നീ വാ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി എല്ലാരും കൂടെ നിർബന്ധിച്ച് ഇവനെ പറഞ്ഞു വിടും. മോൻ നേരെ സ്റ്റേജ് വന്നിട്ട് നമ്മുടെ ടീമിനെ കിസ് ചെയ്യും. പക്ഷെ ടീം അപ്പോഴും എഴുന്നേക്കത്തില്ല. ഇവനിങ്ങനെ എഴുന്നേക്കാതെ കിടക്കുന്ന കാണുമ്പോഴേക്കും ഇവന് ഭയങ്കര സങ്കടമായിട്ട് അങ്ങോട്ട് നടക്കാൻ പോകുമ്പോഴേക്കും ടീം എഴുന്നേറ്റ് പുറകെ വന്ന് ഹഗ് ചെയ്യും. ഇപ്പൊ രാജാവ് ഉണർന്നല്ല, ഇവര് ഹഗ് ചെയ്തതോടുകൂടി നാടകം തീരും, കർട്ടൻ ഇടും, എല്ലാരും നല്ല ക്ലാപ്പ് ചെയ്യും. ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായെന്ന് അറിയാവോ, നമ്മൾ ഒരുപാട് നാളായിട്ട് കേൾക്കില്ല ഈ രാജാവിന്റെ കഥ. സത്യം പറഞ്ഞാൽ രാജാവ് ഗേ ആയിരുന്നു. വൈഫ് പുള്ളിയുടെ ട്രൂ ലവ് അല്ല, കിസ് ചെയ്തുകൊണ്ട് ഉണർന്നില്ല. ഇപ്പൊ പാർട്ട്ണർ വന്ന് കിസ് ചെയ്തപ്പോഴാണ് ഉണർന്നത്, മനസ്സിലായ. ഇപ്പൊ കഥയിൽ വരാൻ നമ്മുടെ ടീമാണെ കുറെ നാളായിട്ട് മോണിനെ കാണാതെ അന്വേഷിച്ച് നടക്കല്ലായിരുന്നു. ഇവനെ കണ്ടപ്പം ഭയങ്കര ഇമോഷൻ ആയിട്ട് ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് പറയും, സോറിയടാ നീ എന്നോട് ക്ഷമിക്കുക, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമല്ലടാന്ന് വെക്കും. ഇവനിങ്ങനെ പറ്റിച്ച സങ്കടമൊക്കെ മോൺ ഇരിക്കുമല്ലോ, മോൺ ഉണ്ടെന്നെ തിരിയാതെ തന്നെ പറയും, ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നോട് യാതൊരു ഫീലിങ്സും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ട് കാരണോട് അങ്ങോട്ട് നടക്കും. ഇവനങ്ങോട്ട് നടന്ന് ടീം കൈ പിടിച്ചത് പറയും, നിനക്ക് എന്നെ ഇഷ്ടമല്ല, എന്നോട് യാതൊരു ഫീലിങ്സും ഇല്ലെങ്കിൽ നീ എന്താ എന്റെ മുഖത്ത് നോക്കാത്ത, എന്റെ മുഖത്ത് നോക്കുമെന്ന് പറയും. ഉടനെ മോൻ തിരിഞ്ഞിട്ട് പറയും, ഇപ്പൊ പറയാൻ നീ കേട്ടോ, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടവും ഇല്ല, യാതൊരു ഫീലിങ്സും ഇല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അവിടുന്ന് പോകാൻ വരുമ്പോഴേക്കും ടീമെന്തേ അവന്റെ കൈ പിടിച്ചിട്ട് പറയും, പ്ലീസ് ഡാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്, ഞാൻ നിന്റെ അടുത്ത് വന്ന ഇന്റൻഷൻ ഒക്കെ ചിലപ്പം തെറ്റായിരിക്കും, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഇരുന്നത്, നമ്മൾ ഒന്നിച്ച് നടന്നത് എല്ലാം ഞാൻ അഭിനയിച്ചൊന്നല്ല, എല്ലാം എന്റെ മനസ്സിൽ നിന്ന് എന്റെ ഫീലിങ്സിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്, അതൊന്നും കള്ളവല്ല, ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും കള്ളവല്ല, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, നീ ഒന്ന് മനസ്സിലാക്ക്, എന്നോട് ക്ഷമിക്കടാ, ഐ ലവ് യു, നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് ചോദിക്കും. മോണൊന്നും മിണ്ടാ നിൽക്കുന്ന കാണുമ്പോൾ ടീം ഭയങ്കര കരച്ചില്ല. സത്യത്തിൽ ടീം കരയുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ഇത്ര ഹാൻഡ്സമായി നീ കരയല്ലേടാ, നീ കരയില്ല, അവൻ നിനക്ക് സെറ്റ് ആവും. ഇവനിങ്ങനെ കരയുന്ന കണ്ടിട്ട് ഒന്നും മിണ്ടാതെ മോൺ അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഹഗ് ചെയ്തിട്ട് പറയും, നീ പറഞ്ഞെല്ലാം സത്യമല്ലേ, എങ്ങാനും കള്ളമാണ്, ഞാൻ നിന്നെ കൊന്നു കളയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കും. ടീമൻ ദേവനെ അപ്പോഴേക്കും കിസ് ചെയ്യും. ഉടനെ കർട്ടൻ എടുക്കുമ്പോഴേക്കും ഇവർ കിസ് ചെയ്യുന്നു. ഇത് കാണുമ്പോഴേക്കും ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര സന്തോഷം, ഇവർ ചേർന്നല്ലോ. അങ്ങനെ പിള്ളേർ രണ്ടും സെറ്റായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷം നടക്കുന്ന സംഭവമാണ്. മോണാണ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും
ടീം ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കും. എന്നിട്ടേക്കും കഴിഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ പറയും കുറച്ചും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ നേരെ ഇവന്റെ പുറകെ കയറി ഹഗ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഹഗ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടത് മോൻ പറയും നീ പോയി കിടന്നോളാൻ പറയും. ഇല്ല നീ വന്നാലല്ലേ എനിക്ക് നിന്നെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഫോണും ബെല്ലടിക്കും. ടീം പറയും ചിലപ്പോ കേങ്ങായിരിക്കും വന്നതെന്നും പറഞ്ഞ് ചെന്ന് ഡോറ് തുറന്നതും അവിടെ വന്നത് വേറൊരു ചെറുക്കൻ. ആ ചെറുക്കൻ ടീമിനെ കണ്ടതും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് വന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാൻ വരുമ്പോഴേക്ക് ഇവൻ തള്ളി മാറ്റും. ഇതാരുടെ പുതിയൊരു സാധനം തീരാൻ പോവാന്ന് വിചാരിച്ചപ്പോ അടുത്ത പ്രശ്നം തുടങ്ങാൻ പോവാണ് ഇവിടുന്ന്. ഇത് കണ്ടത് നമ്മുടെ മോണിന് എങ്ങനെ ഇരിക്കുവാണോ, മോണിന് ഭയങ്കര സങ്കടമായിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ നേരെ ഇറങ്ങി ബാൽക്കണിയിലോട്ട് അങ്ങോട്ട് പോകും. റൂമിൽ വേറൊരു ചെറുക്കനുണ്ടെന്ന് അറിയുമ്പോ തന്നെ ഈ വന്ന ഇറുക്കന്റെ മുഖമൊക്കെ മാറും. ഇവനെ തള്ളി മാറ്റിയിട്ട് ടീം കഥ അടച്ചിട്ട് നേരെ നമ്മുടെ മോണിന്റെ അടുത്തോട്ട് ചെല്ലും. ബാൽക്കണി പോയി നിൽക്കുവാണ്. ഇവൻ ഓടിച്ചെന്ന് പുറകെ നിന്ന് ഹഗ് ചെയ്തിട്ട് അവനെ സമാധാനപ്പെടുത്തും. പ്ലീസ് നീ എന്നോട് ക്ഷമിക്കും, ഞാൻ നിന്നോട് യാതൊരു തെറ്റും ചെയ്യുന്നില്ല, അതൊക്കെ എന്റെ പാസ്റ്റ് ആണ്. നിന്നെ കാണുന്നതിന് മുമ്പ് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ അവന്റെ കൂടെ ഇരുന്നിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പൊ ഞാൻ യാതൊരു തെറ്റും ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ നീ കണ്ടില്ല അവൻ തന്നെ ഇങ്ങോട്ട് വന്ന് വാണ്ടഡ് ആയിട്ട് എന്നെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഞാൻ അവനെ ഒന്നും ചെയ്തില്ല, പ്ലീസ് എടാ ഞാൻ ഇപ്പൊ ഒരു തെറ്റും ചെയ്തില്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറയും. ഇത് കേട്ടതും കരഞ്ഞോണ്ട് തന്നെ മോൻ പറയും ഞാൻ നിന്നെ വിശ്വസിക്കാനോ, ഞാൻ നിന്നെ വിശ്വസിക്കുന്ന രീതിയിലല്ലോ നീ നടക്കുന്നതും പെരുമാറുന്നതും, ഞാൻ പിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കും. മോൻ ഇങ്ങനെ കരയുന്ന കണ്ടിട്ടും അവന് വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് കണ്ടതും നമ്മുടെ ടീമിന് ഭയങ്കര സങ്കടമായിട്ട് പറയും കുറച്ചേരം ഇരിക്കുന്നു പറഞ്ഞിട്ട് നേരെ അവൻ കോൾ ചെയ്യും. ആരെന്ന് വെച്ചാൽ അവന്റെ അമ്മേനെ വിളിക്കുന്നത്. എന്നിട്ട് പറയും അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, അമ്മയോട് ഞാൻ ഒരു ചെറുക്കനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു നല്ല ചെറുക്കനാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോ തന്നെ അമ്മ പറയും ആ മനസ്സിലായി, അന്ന് ഡ്രാമയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണോ പുകയൊക്കെ ഇടാൻ നടക്കുന്ന നല്ലൊരു ചെറുക്കനാണെന്ന് നീ പറഞ്ഞല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്, അതിനിപ്പോ എന്താന്ന് ചോദിക്കും. അതേ അമ്മ ഞാൻ ആ ചെറുക്കനെ കുറിച്ച് തന്നെയാ പറഞ്ഞത്, അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യഥാർത്ഥത്തിൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നുവാണ് ഉറപ്പായിട്ട് ഞാൻ ആദ്യം പറയുന്ന അമ്മയോടായിരിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചത്. അവനെ എനിക്ക് ശരിക്കും ഇഷ്ടം, അവൻ എന്നെ ഇഷ്ടം, ഞങ്ങളുടെ റിലേഷൻഷിപ്പിലാണ്, അവനിപ്പോ എന്റെ കൂടെ ഉണ്ട്, അമ്മ അവനോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ ഫോൺ മാറ്റിയിട്ട് നമ്മുടെ മോനോട് പറയും കരയില്ലേ, കരഞ്ഞോണ്ട് സംസാരിക്കല്ലേ, കണ്ണൊക്കെ തുടച്ച് ചിരിച്ചിട്ട് അമ്മയോട് സംസാരിക്കുന്നു പറയും. അമ്മ സംസാരിച്ചെന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ കാലത്തൊന്നും ട്രൂ ലവ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, തേപ്പ് കിട്ടത്തില്ലെന്നൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല അല്ലേ. എന്റെ ബ്രദറിന് തന്നെ എന്തുമാത്രം ഉണ്ടായിരുന്നു, അത് തന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ഇപ്പൊ പിന്നെ അങ്ങനൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മ വിളിച്ചത് നമ്മുടെ മോന്റെ സങ്കടമൊക്കെ മാറി കുറച്ച് ഹാപ്പി ആയിട്ട് അമ്മയോട് സംസാരിക്കും. അമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ഇവനെ കണ്ടത് കൊണ്ട് തന്നെ അമ്മ പറയും വീഡിയോ കോൾ ആകട്ടെ ചെയ്യുന്നത്. ഉടനെ തന്നെ അമ്മ പറയും ആ നിന്നെ കണ്ടിട്ട് നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നിന്നെ കണ്ടാലും നല്ല ചെറുക്കനാണെന്നൊക്കെയാ തോന്നുന്നത്, ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും നമുക്ക് മൂന്നുപേർ കൂടെ കണ്ട് സംസാരിക്കാം, എന്റെ മോനെ നീ നന്നായിട്ട് നോക്കണോന്ന് പറഞ്ഞിട്ട് അമ്മയും ഫോൺ വെക്കും. അമ്മ ഫോൺ വെച്ചോണ്ട് തന്നെ ടീം ചോദിക്കും ഇപ്പൊ എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ, ദേഷ്യമൊക്കെ മാറിയോ, എന്നെ വിശ്വാസമായോ എന്ന് ചോദിക്കും. കേൾക്കുമ്പോൾ നമ്മുടെ മോണിനും കുറച്ച് സന്തോഷമായിട്ട് ചിരിക്കുമ്പോഴേക്കും ടീം പറയും സോറി എടാ, നീ എനിക്ക് ഒരു ചാൻസ് കൊടുത്താ, ഇനി നിന്റെ ജീവിതത്തിലുള്ള ഓരോ ദിവസവും ഞാൻ ഏറ്റവും ബെസ്റ്റ് തന്നതിന് നല്ല ഹാപ്പി ആയിട്ട് തന്നെ വെക്കാം, ഇപ്പൊ ഓക്കെ അല്ലേ, ഐ ലവ് യു എന്ന് പറയും. ഇത് കേട്ടാൻ ചിരിച്ചിട്ട് നമ്മുടെ മോണും പറയും ഐ ലവ് യു ടു എന്ന് പറയുമ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവനെ എടുത്തോണ്ട് നേരെ ബെഡിലോട്ട് പോകുന്നൊന്നുമില്ല, എടുത്തോണ്ട് പോകുന്നിടത്ത് വെച്ച് ഹാപ്പി എൻഡിങ് തീർന്ന്. അങ്ങനെ ഇവർക്കും ഒരു ഹാപ്പി എൻഡിങ് കിട്ടി. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തിയേക്കാം. അടുത്ത സ്റ്റോറിയിൽ അടുത്ത അടകഥയായിട്ട് കാണാം. അപ്പൊ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോഴല്ലേ എനിക്ക് ഹാപ്പി ആകത്തുള്ളൂ. അപ്പൊ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.